ഇന്ന് നമ്മുടെ തോരനുണ്ടല്ലോ, നമ്മുടെ മുറ്റത്ത് 5-6 പച്ചച്ചീര നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് മുറിച്ച് തോരൻ വെക്കാമെന്ന് ഓർത്തു ഞാൻ. അപ്പം നമുക്കേ ഒരു കുഞ്ഞ് വ്ളോഗ് ചെയ്യാം. കുഞ്ഞ് വ്ളോഗ്. എന്തൊക്കെ സാധനങ്ങളാണ് നിൽക്കുന്നതെന്ന് കണ്ടോ. ഒരു ചെറിയ ഓമയുണ്ട്, ചെടിയുണ്ട്, ചീരയുണ്ട്, എല്ലാം കൂടെ അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിയട്ടെ. ഞാനിത് കഴുകി കെട്ടിത്തൂക്കിയിടും. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം അങ്ങ് വാർന്നു പോകും ബാക്കി ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന്. ദേ കണ്ടോ, നല്ല വൃത്തിക്ക് അരിഞ്ഞെടുത്തു. ഇനി നമ്മുടെ തോരൻ ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുവാണേ. തോരന് ചതയ്ക്കാൻ വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കറിയാമല്ലോ ചീര തോരൻ വെക്കാൻ നിമിഷ നേരം കൊണ്ട് ചീരത്തോരൻ റെഡിയാവും. അപ്പം ബാക്കി പാചകാദികളൊക്കെ ഞാൻ അവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും, അടുപ്പേലും ഗ്യാസേലും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ തോരൻ വെന്ത് കഴിയുന്നുണ്ടെങ്കിൽ കാണിക്കാം ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ചീര തോരൻ വെക്കുന്നതിനോടൊപ്പം ഞാൻ വേറൊരു തോരനും കൂടെ വെച്ചായിരുന്നേ. എന്തോന്നറിയാമോ, ഇന്നലെ നമ്മൾ കണി വെക്കാൻ നേരത്തെ ഒരു കുഞ്ഞ് ചക്ക പറിച്ചായിരുന്നേ. അപ്പം അത് വെറുതെ എന്തിനാണ് കളയുന്നത്, വർഷത്തിൽ കിട്ടുന്ന സാധനമല്ലേ ചക്കയൊക്കെ. അപ്പം ഞാൻ അതും കൂടെ അങ്ങ് തോരൻ വെച്ച്. ഇനി വെച്ചിരുന്നാൽ ചിലപ്പം വാടിപ്പോയാലേ കൊള്ളത്തില്ലെങ്കിലോ. അപ്പം ഞാനിന്ന് 2 തോരനാണ് വെക്കുന്നത്. ചീരത്തോരൻ ഇപ്പോൾ അങ്ങ് പൊതിക്ക് കൊടുത്തു വിട്ട് കഴിയുമ്പോഴേ അത് തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും വെച്ചു. ദേ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മുറ്റത്ത് നിൽക്കുന്ന കെമിക്കലൊന്നും ഇല്ലാത്ത തോരൻ. അപ്പം തോരൻ ദേ നമ്മുടെ ഇടിച്ചക്ക തോരൻ, പിന്നെ ഇന്നലത്തെ മാമ്പഴ പുളിശ്ശേരി, പിന്നെ നല്ല ആറ്റുവാള കറി വെച്ചത്, ദേ വാങ്ങി വെച്ചതേ ഉള്ളൂ, തിളയ്ക്കുന്നത് കണ്ടോ. പിന്നെ ഒരു 5-6 കഷ്ണം ഞാൻ വറുത്തതും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ. അപ്പം ഞാൻ ഇനി പൊതി കെട്ടാൻ പോട്ടെ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാമേ. ഓക്കെ, താങ്ക് യു.